രക്ഷപ്പെടാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? മരിക്കാൻ ആർക്കാണ് ഇഷ്ടം? തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ സംഭവിച്ചു. എനിക്ക് നിരാശയില്ല, തിരുത്തണമെന്നുണ്ട്. ഈ ലോക ജീവിതത്തോട് എന്നെ ബന്ധിച്ച് നിർത്തുന്ന ഒരുപാട് കണ്ണുകളുണ്ട്. രാഷ്ട്രീയം മാത്രമല്ല, എൻ്റെ അമ്മ, മോള് കുഞ്ഞുലക്ഷ്മി, അവരിപ്പോൾ എവിടെയാണാവോ? എന്നെ വിശ്വസിച്ച് ആയുധം കയ്യിലെടുത്ത് പാതി വഴി നടന്ന തൊഴിലാളികൾ, അവർക്കൊന്ന് വേലയുമില്ല കൂലിയുമില്ല. ഞാൻ കാരണം. ഒന്നുകിൽ അവരെ തുടങ്ങിയിടത്തേക്ക് മടക്കി അയക്കുക, അല്ലെങ്കിൽ മുഴുവൻ വഴിയും നടത്തുക. രണ്ടും ഇനി സാധ്യമല്ല. ഒന്ന് ശ്രമിച്ചു നോക്കിയതാ, തോറ്റുപോയി. ഞാൻ പറയുന്ന വല്ലതും ഡോക്ടർ കേൾക്കുന്നുണ്ടോ? എന്നിട്ട് പോലീസ് എന്ത് ചെയ്തു? അവരെന്റെ തലയിൽ ആറ്റം ബോംബ് ഇട്ടു. പ്രകാശ്, how is he now? പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. റൗണ്ട്സിനും സമയമായി, ഞാൻ പോട്ടെ. ചാറ്റോടെ ഇഞ്ചക്ഷൻ കൊടുത്തോ? കൊടുത്തു. എത്ര? 5. ഡോക്ടർ പ്രകാശ് പറഞ്ഞിട്ടാ. ശ്വാസം ഉള്ളിലേക്ക് എടുക്കൂ. പുറത്തേക്ക്. എന്താ, പെയിൻ ഉണ്ടോ? സാവിത്രി, എന്നോട് ക്ഷമിക്കണം. ഡോക്ടർ, നന്ദി. മരണത്തിനൊരു അവധി തന്നതിന് നന്ദി. എന്നെ ഇവിടെ കണ്ടപ്പോ പ്രതികാരം ചെയ്യണമെന്ന് തോന്നിയില്ലേ ഡോക്ടർക്ക്? എന്താ അത് ചെയ്യാതിരുന്നത്? നിങ്ങളിവിടെ ഒറ്റയ്ക്കാണ്. കയ്യിൽ ആയുധമില്ല. ഞാൻ ഒറ്റയ്ക്കല്ല, കയ്യിൽ ആയുധമുണ്ട്. നിസ്സഹായതയുടെ മുന്നിൽ നിന്ന് കരയുന്നവനെ കൊല്ലുന്നത് ധീരതയല്ല, ഭീരുത്വമാണ്. ഏത് പ്രത്യയശാസ്ത്രത്തിന്റെ പേരിലായാലും. നിങ്ങളുടെയൊക്കെ ധൈര്യം പുറത്തു വരണമെങ്കിൽ ഇരുട്ടും ആയുധങ്ങളും കൂട്ടാളികളും വേണ്ടേ? എതിരാളി ഒറ്റയ്ക്കായിരിക്കണ്ടേ? വഴിയിലിറങ്ങിയൊരു ലോങ് മാർച്ച് നടത്താൻ ധൈര്യമില്ലല്ലോ ഒരുത്തനും. കൊച്ചമ്മേ, എന്തിനാ അരവിന്ദേട്ടാ ആവശ്യമില്ലാത്ത ഓരോന്നും അവരെ ഓർമ്മിപ്പിക്കുന്നത്? ഞാൻ മറന്നിട്ടില്ല. എന്ത്? സാവിത്രി വരുന്നതിന് മുമ്പ് ഡോക്ടർ പ്രകാശ് ഇവിടെ ഇരുന്നപ്പോ ആറ്റം ബോംബ് പൊട്ടിയത്. അയ്യോ, എനിക്കൊന്നുമില്ല. ആ ഡോക്ടർ എന്റെ പുറകെ ചുറ്റി നടന്ന് ബുദ്ധിമുട്ടിക്കുക. കൊച്ചമ്മ അറിഞ്ഞാ കൊല്ലും. അവരാ എനിക്കിവിടെ ജോലി വാങ്ങിച്ചു തന്നത്. നല്ല പയ്യനാ. ആ ഡോക്ടറുടെ വീടെവിടാ? അജയനെ ഞാൻ മറന്നിട്ടില്ല അരവിന്ദേട്ടാ. കാവൽ മാടത്തിലെ ദുരുദ്ദേശം. അജയനെ എനിക്കറിയാം. വഴിതെറ്റിപ്പോയൊരു ചെറുപ്പക്കാരൻ. അരവിന്ദൻ ഒരുത്തനാണ് ഇതിനൊക്കെ കാരണം.
വഴി തെറ്റായിരുന്നു ശരിയായിരുന്നു അതൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷേ അരവിന്ദേട്ടനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അജയനും അമ്മയ്ക്കും നാട്ടുകാർക്കൊക്കെ. നിനക്കോ? ഒരുപാട് കാര്യങ്ങൾ കൊച്ചമ്മയോട് പറയാനുണ്ട്. അരവിന്ദേട്ടൻ വന്നു മുതൽ ഓർക്കുന്നതാ. ധൈര്യം കിട്ടിയില്ല. ഇനിയിപ്പോ പറയാതിരുന്നിട്ടും കാര്യമൊന്നുമില്ല. അന്ന് കൊച്ചമ്മയുടെ വീട്ടിൽ നടന്നതിനൊക്കെ ഒരു തരത്തിൽ ഞാനും കാരണക്കാരിയാ. മനസ്സറിഞ്ഞല്ല, അങ്ങനങ്ങ് വന്നു. നീ അവളോട് ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഏത് മുതൽ കാട്ടിലേക്കാണ് അരവിന്ദ നമ്മളീ പോകുന്നത്? അന്ത്യയായ നമ്മൾ എവിടെ ഒന്ന് കിടക്ക്. എവിടെയെങ്കിലും കിടക്കാമേ. ഒന്ന് നിന്നേ. എന്താ? ഈ ഗ്രാമം ഏതാ? ആലപ്പള്ളി എന്ന് പറയും. ആരാ? എവിടുന്നാ? എന്റെ പേര് അരവിന്ദൻ. കുറച്ച് ദൂരെന്നാ, തമിഴ്നാട്ടിൽ നിന്നാ. എന്താ പേര്? അജയൻ. അജയ, ഇവിടെ ഒരു കുടിൽ വെച്ച് കിട്ടാൻ പറ്റിയ പുറമ്പോക്ക് വല്ലതും കിട്ടുമോ? ഓ, ഗാർഡന്മാർക്ക് എന്തെങ്കിലും കൊടുത്താൽ മതി. കൂലി കൊടുക്കാന്ന് പറഞ്ഞാൽ അയാൾക്ക് പ്രാണ സങ്കട. ഓവർ ടൈം ചെയ്തോ, അത് ഇഷ്ടമാണ്. പക്ഷെ അതിന് കാശ് ചോദിക്കരുത്. എന്നിട്ട് തൊഴിലാളികളുടെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലേ? എവിടെ? ഒരു തമിഴ് ഗ്രാമം, അക്ഷരാഭ്യാസം ഇല്ലാത്ത കുറെ തമിഴന്മാര്. ഞാൻ ചെന്ന് ഫോർമാനായിട്ട് ചാർജ് എടുത്തു, പ്രശ്നങ്ങൾ തുടങ്ങി. ആദ്യത്തെ ഒരു മാസം ഞാൻ അനങ്ങില്ല. പിന്നെ ഓവർ ടൈമിന്റെ കാശ് ചോദിച്ചു, ബോണസും ചോദിച്ചു. എന്നിട്ട് തന്നോ? അടി തരുമെന്ന് പറഞ്ഞു. ഞാൻ മിണ്ടിയില്ല. പിന്നെ പതുക്കെ പതുക്കെ ഒരു യൂണിയൻ അങ്ങ് സെറ്റപ്പ് ചെയ്തു. സ്ട്രൈക്കും. ആ ഗ്രാമത്തിൽ ആദ്യമായിട്ട് പോലീസ് വരുന്ന അന്നാ. അടിയെന്ന് പറഞ്ഞാ പൂരാടി. ഞാനടക്കം 20 പേരകത്തായി. ബാക്കി 19 പേരെ ഓരോന്നും 2 കൊടുത്ത് അന്ന് തന്നെ പറഞ്ഞു വിട്ടു. എന്നെ 4-ാം പക്കം വിട്ടു. ഈ 4 ദിവസവും എന്നെ കാണാൻ ഒരൊറ്റ തൊഴിലാളി പോലും വന്നിട്ടില്ല. തിരിച്ച് ഫാക്ടറി ചെന്നപ്പോ എനിക്ക് മാത്രം ജോലിയില്ല. ബാക്കിയുള്ളവരൊക്കെ പണിയെടുക്കുന്നു. അവിടെ വർഗബോധം തൊഴിലാളിക്കില്ല, മുതലാളിമാർക്കുണ്ട്. ആ പ്രദേശത്ത് ഒരിടത്ത് പോലും പിന്നെ എനിക്ക് ജോലിയില്ല. ആയിടയ്ക്കാ സുമതി കുഞ്ഞലക്ഷ്മി പ്രസവിച്ചത്. പ്രസവത്തോടെ സുമതി മരിച്ചു. പിന്നെ ഒരലച്ചിലായിരുന്നു. ജീവിക്കാൻ വേണ്ടി പല വേഷവും കിട്ടി. ഉണക്കമീൻ കച്ചവടം, ചായയടി, ഡ്രൈവിങ്, ബിരിയാണി വെപ്പ്. ചിരിക്കണ്ട, നല്ല അസല് ബിരിയാണി ആയിരുന്നു. അങ്ങനെ പിന്നെ ഒരു മേൽശാന്തിന്റെ അസിസ്റ്റന്റ് കീഴ്ശാന്തി, ഏറ്റവും ഒടുവിൽ ബാലെ. ബാലെ? ആ ബാലെ, വീരമാന്റെ കട്ടബൊമ്മൻ. ഡാൻസ് അറിയോ? അഭിനയം? എവിടെ? മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു, സംഗീത സംവിധാനം. ആ ഇടയ്ക്ക് ഞാൻ ചിലരെയൊക്കെ പരിചയപ്പെട്ടു. വർഗസമരം, തൊഴിലാളി പ്രസ്ഥാനം, ഇവയെക്കുറിച്ചൊക്കെ നേരാമണ്ണം പഠിപ്പിച്ചതെന്ന് അവരാ. 100% എനിക്ക് അവരോട് ചോദിക്കാൻ കഴിയല്ല. എന്നാലും മിടുക്കന്മാരാ. തോമാച്ചൻ വക്കീലും ശശി. അവിടെ ചുറ്റിത്തിരിഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങോട്ട് പോരാൻ പറഞ്ഞത് അവരാ. ഞാൻ ഈ അന്തരീക്ഷമൊക്കെ പഠിച്ച് ശരിപ്പെട്ട് വരുമ്പോ അവര് വരും. ഞാൻ പരിചയപ്പെടുത്തി തരാം. ആ. അല്ല, അജയനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. സംഭവബഹലമല്ല. അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരിയുണ്ട്. ഒരു ചെറുകിട കർഷകൻ. അന്തിയുറക്കം പാടത്ത്, കാവൽ മാടത്തിൽ. അതെന്താ? ലേശം ദുരുദ്ദേശമുണ്ട്, പിന്നെ പറയാം. മക്കളെ, ഇനി കഞ്ഞി ഒടിച്ചിട്ട് ജോലി ചെയ്യാം. ആ വാ, കഞ്ഞുടിയ. പരീക്ഷ എങ്ങനെ എഴുതി? എല്ലാം എഴുതി. ഞാൻ പോട്ടെ. നില്ലടി പെണ്ണേ. അരവിന്ദേട്ടാ, ഇത് ട്രീസ, നമ്മുടെ മറിയച്ചേട്ടത്തിയുടെ മോളാ. നിനക്ക് മനസ്സിലായോ? മനസ്സിലായി. ഇന്നലെ പറഞ്ഞ ആളല്ലേ? വലിയ തൊഴിലാളി പ്രവർത്തന. 10ാം ക്ലാസ്സിലാണല്ലേ പഠിക്കുന്നത്? അതെ. പരീക്ഷ എല്ലാം കഴിഞ്ഞോ? ഇല്ല, ഇനി 2 കൂടി ഉണ്ട്. ഒരു നമ്പർ പറഞ്ഞേ. 10 താഴെ ഒരു നമ്പർ പറ കുട്ടി. 4. 4. 4, 16, 4, 26, 4, 24, 24, 26, 26,
ഫസ്റ്റ് ക്ലാസ് ഉറപ്പാ. ഉണക്കമീൻ ബിരിയാണി യുഗത്തിലെ മറ്റൊരു വേലത്തരം ജോത്സ്യം. കാവൽമാടത്തിലെ ദുരുദ്ദേശം മനസ്സിലായ കേട്ടോ. ചിപ്പ്. നിങ്ങളുടെ കഷ്ടകാലം ഒരു കാലത്തും തീരുകയില്ല. എങ്ങനെ തീരാനാ? രാപകൽ അധ്വാനിച്ചുണ്ടാക്കുന്ന നെല്ലും വൈക്കോലും നിങ്ങൾ എന്തിനാ ഈ പടാവലക്ക് ശങ്കരത്ത് കൊണ്ടേ കൊടുക്കുന്നേ? നിങ്ങൾക്കത് പാലക്കാട് കൊണ്ട് കൊടുത്തൂടെ? അരവിന്ദേട്ടൻ വിചാരിക്കുന്ന പോലെ അല്ല ഇവിടുത്തെ കാര്യങ്ങൾ. ഈ നാട്ടിലെ ഒട്ടുമുക്കാല് നെൽപ്പാടങ്ങളും ശങ്കരത്ത് തറവാട്ട് വകയാ. ആ മാധവമേനോന്റെ അളിയന്റെ. പിന്നെ ഉള്ളത് ഞങ്ങൾ കുറച്ച് ചെറുകിട കർഷകരാ. വിത്തും വളവും തുടങ്ങി ചാഴിക്കടിക്കുന്ന മരുന്ന് വരെ ശങ്കരത്ത് നിന്ന് കടം തരിക. ആ തരം പണയത്തുമൽ. വെള്ളപ്പൊക്കം വന്നാലും വരൾച്ച വന്നാലും മുതലും പലിശയും കടം. അടുത്ത കൃഷിയാകുമ്പോൾ പലിശയ്ക്ക് മേൽ പലിശ. കടം തരുമ്പോഴേയുള്ള കരാറാ നെല്ല് ശങ്കരത്തെ റൈസ് മില്ലിൽ കൊടുത്തോണമെന്ന്. അവരോട് മത്സരിച്ച് ജയിക്കാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. അല്പസ്വല്പമെങ്കിലും സ്വന്തം ഭൂമിയുള്ളത് ഞങ്ങൾ കുറച്ചു പേർക്ക് മാത്രമാണ്. ഞങ്ങൾക്ക് പോലും മുഴുവൻ സമയം ജോലിയില്ല. ഇരിപ്പൂ നിലങ്ങളാ. ആണ്ടി 2 തവണയെ കൃഷിയുള്ളൂ. 6 മാസത്തെ ജോലി. പോയിട്ട് 6 മാസം ഞങ്ങളും ശങ്കരത്തെ കൂലിക്കാരാ. പാടത്ത്, റൈസ് മില്ലില്, അല്ലെങ്കിൽ ഓട്ട് കമ്പനി. എടോ അരവിന്ദ, തനിക്ക് എന്നോടൊന്നും തോന്നരുത്. തനിക്ക് പാർട്ടിയൊന്നുമില്ലല്ലോ. പാർട്ടിയുള്ള ഒരുപാട് യൂണിയൻകാർ ഇവിടെ വന്നു. യൂണിയൻ ഉണ്ടാക്കാം, സംഘടന ഉണ്ടാക്കാം, അമ്മയുടെ 16 അടിയന്തരം നടത്താമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ കുറെ പാവങ്ങൾ ഇത് കേട്ടങ്ങ് വിശ്വസിക്കും. പിന്നെ പല നിറത്തിലുള്ള ഓരോ കൊടികൾ പൊങ്ങും. കുറെ പേര് തല്ലുകൊള്ളും, ലോക്കപ്പിൽ പോവും. നേതാക്കന്മാര് ശങ്കരത്ത് പോയി കഞ്ഞിയും കുടിച്ച് കാശും മേടിച്ച് ഒത്ത ബാല്യക്കാരുടെ ചൂട് പറഞ്ഞിട്ട് അങ്ങ് പോവും. പിന്നെ കാണില്ല. കുറെ പേര് തെറ്റ് ചെയ്തെന്ന് കരുതി എല്ലാരും അങ്ങനെ ആണോന്നില്ലല്ലോ. പാർട്ടി സെല്ല് രൂപീകരിക്കണ്ട, പക്ഷേ പരസ്പര സഹകരണം ആകാലോ. സർക്കാർ അനുവദിച്ചിട്ടുള്ള പരിധി നിന്നുകൊണ്ട് തന്നെ നമുക്ക് പലതും ചെയ്യാൻ കഴിയും. അതിന് വിപ്ലവം ഗോഗ്വാവിളിയൊന്നും വേണ്ട. ഉദാഹരണത്തിന്, നമ്മൾ ഒരുമിച്ചാൽ സഹകരണ അടിസ്ഥാനത്തിൽ കൃഷി തുടങ്ങാം. ഒരു സഹകരണ സംഘം രൂപീകരിക്കാം. സഹകരണ ബാങ്ക് തുടങ്ങാം. വിത്തും വളവും കടം കിട്ടുന്നതിന് ബ്ലോക്ക് ഡെവലപ്മെന്റ് കീഴിൽ പല സ്കീമുകളും ഉണ്ട്. സർക്കാർ നിശ്ചയിച്ച തറവിലയ്ക്ക് തന്നെ നമുക്ക് നമ്മുടെ നെല്ല് വിൽക്കാൻ കഴിയും. 10 or 25 വർഷങ്ങൾക്ക് മുമ്പ് വെറും ഒരു ചെറുകിട കർഷകനായിരുന്ന ശങ്കരത്ത് മാധവമേനോൻ ഈ ഗ്രാമത്തിന്റെ 90% കൈയടക്കിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അടുത്തതായി ബഹുമാനപ്പെട്ട ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ തങ്കപ്പ സാർ നിങ്ങളോട് സംസാരിക്കും. എന്നിട്ട് താനെന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ഒരു ചാക്ക് നെല്ല് കൊടുത്തു, പിന്നെ ഒരു ചാക്ക് വളവും 8 കുപ്പി വിഷവും കൊടുത്തു. ഇനിയും ചോദിച്ചു വന്നാ എന്താ അവന്റെ പേര്? അരവിന്ദൻ. കേട്ടല്ലോടാ, അരവിന്ദൻ. ആരാത്? അരവിന്ദേട്ടനാണോ? ആ, എവിടെ പോയിട്ട് വരുന്നു? ചന്തയിൽ പോയിട്ട് വരാ. അരവിന്ദേട്ടാ,
ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ചിലപ്പോൾ ഇനി ഇത് ആവർത്തിക്കും. ഏയ് വേണ്ട, ബഹളം ഒന്നും ഉണ്ടാക്കണ്ട. ഇത് ഞാനെന്ന വ്യക്തിയോടുള്ള വിരോധമാണ്. പ്രതികരിക്കണ്ട, താനെ അടങ്ങിക്കോളും. ഈ ആരംഭ ദശയിലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പ്രശ്നങ്ങളായാൽ നമ്മുടെ പദ്ധതികളൊക്കെ തകരാറിലാവും. അരവിന്ദേട്ടൻ ഒരു വ്യക്തിയല്ല, കൂടെ ഞങ്ങളൊക്കെ ഉണ്ടെന്ന് അയാളെ ഒന്ന് കാണിച്ചു കൊടുക്കണം. നമ്മുടെ നാട്ടുകാരെ നമുക്കറിഞ്ഞൂടെ അളിയാ. അവരൊന്ന് 4 മുദ്രാവാക്യം വിളിച്ചങ്ങ് വെക്കുള്ളൂ. അതിന് നമ്മുടെ ഭാഗത്തുനിന്ന് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കണോ? വേണമടോ. ഏതോ ഒരു വരത്തന്റെ വാക്കും കേട്ട് വിവരമില്ലാതെ ഇളകി വരുന്ന ജനങ്ങളാ. അവർക്ക് റൈസ് മില്ല് തീ വയ്ക്കാം, ഓട്ട് കമ്പനി തീ വയ്ക്കാം, എന്നെയും നിന്നെയും തല്ലാൻ കൊല്ലാം. വേണ്ടത് വേണ്ടപ്പ കൊടുത്തില്ലെങ്കിൽ നമുക്കൊക്കെ പിന്നെ ഇവിടെ എന്താണോ ഒരു വില? മുതലാളി, എന്താടാ മുതലാളി, ആ. അവർ ഒരുപാട് ആളുകളുണ്ട്, ആ. ആയുധങ്ങളുമുണ്ട്. ആ. മുതലാളി ഇവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. എന്താടാ പറഞ്ഞത്? ഈ മാധവമേനോൻ ഇവിടെ നിന്ന് മാറിയിരിക്കണമെന്നോ? നിന്നെ ഒന്നും കണ്ടിട്ടല്ലടാ. ഹലോ, പോലീസ് സ്റ്റേഷൻ. പിന്നീട് ഒരാഴ്ചക്കാലം ഗ്രാമം മുഴുവൻ പോലീസിന്റെ അഴിഞ്ഞാട്ടമായിരുന്നു. ഓർക്കുമ്പോ ഇപ്പോഴും പേടിയാവുന്നു. ഗ്രാമത്തിലെ ആണുങ്ങളെല്ലാം പോലീസിനെ പേടിച്ച് മലയ്ക്കപ്പുറം കാട്ടില്. രാത്രിയായ ചിലപ്പോ പോലീസ്, അല്ലെങ്കിൽ ശങ്കരത്ത് നിന്ന്. സാരമില്ല, പറയൂ.